ആ ചിരിക്കുന്നത് പുതിയ ആഗ്രഹം എന്തെങ്കിലും വന്നോ? എന്റെ ആഗ്രഹങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ സിദ്ധു. ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാനാ വന്നേ. എന്റെ അടുത്ത് എന്ത് ചോദിക്കാം? നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോന്ന് ചോദിക്കാൻ വന്നതാ. എനിക്ക് എന്താ ആഗ്രഹം? അല്ല, എനിക്ക് നടത്തി തരാൻ പറ്റുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ. ലെറ്റൂസിന് നടത്തി തരാൻ പറ്റുന്ന അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലടാ. അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു മാംഗോ ജ്യൂസ് കുടിച്ചാൽ കൊള്ളാം. മാംഗോ ജ്യൂസാ? അത്രേ ഉള്ളൂ? അതിപ്പോ സെറ്റ് ചെയ്ത് തരൂലേ? എന്തോ കളിക്കാന്ന്? പുറത്ത് നല്ല വെയിലാടാ, പുറത്ത് നല്ല വെയിലാ. അതൊന്നും കുഴപ്പമില്ല. കളിക്കാം. അപ്പൊ ഞാൻ എണ്ണാൻ പോവാണേ. 10 വരെ എണ്ണത്തുള്ളൂ, അതിനുള്ളിൽ വിളിച്ചോണം. ഓക്കെ ഓക്കെ, എണ്ണാൻ പോവാണേ. 1 2 3 4 5 6 7 8 9 10. വിളിച്ചാ? ഓക്കെ. കല്ലൂസ് വിളിച്ചാ? കല്ലൂസ് വിളിച്ചാ? ആ, കല്ലു സെറ്റ്. പാറൂസേ, പാറൂസ് വിളിച്ചാ? വിളിച്ചാ? ആ, പാറു സെറ്റ്. നല്ലടത്ത് വല്ലതും പോയി വിളിക്കടേ. ഇനി പാറൂസ് ഉണ്ട്. ഞാൻ കല്ലിനല്ലേ ഫസ്റ്റ് കണ്ടുപിടിച്ച കല്ല്. അപ്പൊ കല്ലൂസ് ഉണ്ടെങ്കിൽ വാ. ഇറങ്ങി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 16 17 18 19 20. അച്ഛനും മക്കളോട് സാറ്റ് കളിക്കാ. ജ്യൂസ് ഞങ്ങൾക്കല്ലേ ജ്യൂസ്? നിങ്ങൾക്കുള്ള ജ്യൂസ് ഞാൻ അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചോ. അമ്മേ ജ്യൂസ് കുടി. ജ്യൂസേ ഞങ്ങളിവിടെ കളിച്ചോണ്ട് തപ്പോഴേ മാങ്ങ വീണായിരുന്നു. അപ്പൊ 2 മാങ്ങ കഴിച്ചു. ഇപ്പൊ ജ്യൂസ് കുടിക്കാൻ ഇപ്പൊ ഒരു മൂഡ് വരുന്നില്ല. മാങ്ങ കഴിച്ചാ? മാങ്ങ കഴിച്ചു. അല്ല, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ജ്യൂസ് അടിച്ചോണ്ട് വന്നത്. ആ സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ ആഗ്രഹം അങ്ങ് പോയി. എന്താന്ന് അറിയത്തില്ല. റിവെഞ്ച് ആണോ? റിവെഞ്ചോ? എന്തിന്? ചുമ്മാ ചോദിച്ചാ. അപ്പൊ ജ്യൂസ് വേണ്ടെന്നാണ് പറഞ്ഞു വരണേ? വേണ്ട. ഇപ്പോഴേ എനിക്ക് എന്താന്ന് അറിയത്തില്ല, ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിട്ട് ഒരു ആഗ്രഹം വരും. ഉണ്ണിയപ്പം കഴിക്കാൻ? വിഷുവിന് കുറെ കഴിച്ചല്ലേ? വിഷുവിന് കഴിച്ചതാ, പക്ഷെ അതങ്ങ് മതിയായില്ല. ഇപ്പൊ ഉണ്ണിയപ്പം കഴിക്കും, നല്ല ചൂട് ഉണ്ണിയപ്പം. ഓർഡർ ചെയ്യാം അല്ലേ? വേണ്ട, ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത കാശൊക്കെ കൊടുത്ത് ഓർഡർ ചെയ്യുന്നത്? ഞാനിവിടെ നല്ല ചൂട് ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കി തരാം. അയ്യോ, ലെറ്റൂസിന് അതൊരു ബുദ്ധിമുട്ടാവും. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശരിക്കും? എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരാം. ഒരു 2 മണിക്കൂർ എനിക്ക് സമയം താ, ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ലെറ്റൂസ് വെറുതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനൊരു കുഞ്ഞാഗ്രഹം പറഞ്ഞല്ലേ ഉള്ളൂ, ഞാനത് ഓർഡർ ചെയ്തോളാം. എടാ, നിന്റെ ആ കുഞ്ഞാഗ്രഹം സാധിച്ചു തരാനല്ലേ ഞാൻ. 2 hours പെട്ടെന്ന് സെറ്റ് തരാം. ഞാൻ വീണ്ടും ചോദിക്കുക, സഹായിക്കണോ ഞാൻ?
വേണ്ട, എന്റെ കെട്ടിയൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം. ലച്ചു ഉണ്ണിയപ്പം നല്ല മുരിയണം. കഴിക്കുമ്പോ നല്ല ദണ്ട പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണം. കേട്ടോ? ആ കേട്ടു, ഞാൻ പണിയെടുത്തോണ്ടിരിക്കുമല്ലേ. സത്യം പറഞ്ഞല്ലേ, എന്റെ ഇന്നത്തെ ഈ ഉണ്ണിയപ്പം കഴിച്ചിട്ട് സിധു ഞെട്ടണം. ഞെട്ടും ഞെട്ടും. എന്തായി? ഉണ്ണിയപ്പ ചട്ടി വെച്ചേക്കുന്നത് ഒന്ന് സെറ്റ് ആയാ മതി. സിദ്ധുവിന് മാത്രല്ല നമുക്കും വേണം കേട്ടോ. എന്ത് ഉണ്ണിയപ്പം? ആ, അത് സിധു കഴിച്ചിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ തരാം. അതെന്തായാലും ബാക്കി വരും. എന്ത്? അല്ല, സിദ്ധുവിന് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ മതിയാവുമല്ലോ. അമ്മായിയേ, അമ്മായി നോക്കിക്കോ, എന്റെ ഈ ഉണ്ണിയപ്പം സിധു കഴിച്ചാലുണ്ടല്ലോ, പിന്നെ സിധുവിന് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് അപ്പൊ എന്റെ അടുത്ത് പറയും. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ പറയാതെ ഇരിക്കാം. ചൊറിയാമെന്നാണ് എന്നെ ആണാ? ആണെങ്കിൽ എന്നാ വന്ന വഴി കിട്ടോ. ഓ, സൗകര്യമില്ല. ഗൗരി, അമ്മ ചൊല്ലിക്കൊടുത്ത എന്താ റെസിപ്പി? ആര് ചൊല്ലിക്കൊടുത്താലും ഉണ്ടാക്കുന്ന ആളുടെ കൈപ്പുണ്യം പോലെ ഇരിക്കും. പണ്ട് ഇതുപോലൊരു ദിവസേ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, അപ്പൂപ്പന് ഉണ്ണിയപ്പം തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു. വൈകിട്ട് റോഡിലൊക്കെ പോയിട്ടേ 3-4 കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. എന്തിന്? അമ്മുവിനെ തല്ലാനാ? പോലച്ചു, എന്റെ ഭാര്യയുടെ കൈപ്പുണ്യം ഇവരും കൂടെ ഒന്ന് അറിയട്ടെന്ന്. അപ്പൊ അച്ഛൻ കഴിച്ചല്ലേ? ഗൗരി, ചുമ്മാ കളിയാക്കല്ലേ ഏട്ടാ. അതിന് ശേഷം ആ വീട്ടിലേക്ക് അപ്പൂപ്പന്റെ ഒരു കൂട്ടുകാരൻ പോലും കേറിയിട്ടുണ്ടാവില്ല. സത്യം. അങ്ങനൊന്നും അല്ല, അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുവൊക്കെ ചെയ്യുമായിരുന്നു. അതെ, എന്റെ പാചകത്തിന് അത്ര കൈപ്പുണ്യമാണ്. എന്നാലേ ആ പറയുന്ന കൈപ്പുണ്യം എനിക്കും ഉണ്ട്. ഓ ആയിക്കോട്ടെ, നമുക്ക് കാണാം ഇപ്പൊ. ആ, കാണിച്ചു തരാം. എണ്ണയൊക്കെ ചൂടായി. എന്നാ ഉണ്ണിയപ്പം നീ പറഞ്ഞ ആഗ്രഹം ഈ ലച്ചു സാധിച്ചു തന്നിരിക്കുന്നു. ഉണ്ണിയപ്പം എടുത്ത് കഴിക്കേ. ഉണ്ണിയപ്പേ എനിക്ക് വേണ്ട. ഉണ്ണിയപ്പം കഴിക്കാനുള്ള ആ കൊച്ചാഗ്രഹം ഉണ്ടല്ലോ, അത് ഇപ്പം അങ്ങ് പോയി. ഇപ്പോഴേ എനിക്ക് വേറൊരു കൊച്ചാഗ്രഹമുള്ള. അതെന്താ? ഞാൻ കുറച്ചു മുമ്പേ ഒരു റീൽസ് കണ്ട് ഒരാള് പോർക്ക് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കിപ്പം പോർക്ക് ഫ്രൈ കഴിക്കാനാണ് ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ ഇനി പോർക്ക് ഫ്രൈ ഉണ്ടാക്കി തന്നെ. ലച്ചൂസ് പറഞ്ഞ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ഓർഡർ ചെയ്തോളാം. അല്ല, ടേസ്റ്റ് ചെയ്യാൻ പോലും വേണ്ട. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ല. ആ, ആയി. ഞാൻ നിനക്ക് വേണ്ടി ഇത് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാന്ന് അറിയോ, എന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ നിനക്ക് വേണ്ടി ഞാൻ മുല്ലപ്പൂ കൊണ്ടുവന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞതോ? കഷ്ടപ്പെട്ട് ഞാൻ പോകുമ്പോഴും അതും ഫോർട്ട് കൊച്ചിന്ന് മേടിച്ചോണ്ട് വന്നപ്പം വേണ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോരം വിഷമമായി കാണും. നല്ല രീതിയിൽ സങ്കടം വരെയായി. അതോ ഈ ലോകത്തെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ പല പല സ്വപ്നങ്ങളും പല പല ആഗ്രഹങ്ങളും ഉണ്ട്. ചിലവരത് നടത്തിയെടുക്കും, ചിലവരത് നടത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ പറയുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അതൊന്നും ഇല്ലാത്ത കുറെ പേര് നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോ നമ്മളെ സ്നേഹത്തോടെ ഓർക്കുന്ന ആൾക്കാർക്ക് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കാം. സോറി. ഒരു ഉണ്ണിപ്പം തരും.
നീയല്ലേ പറഞ്ഞ നിനക്ക് വേണ്ടാന്ന്. ഉണ്ണിയപ്പം തരുമോ? കണ്ടിട്ട് കഴിക്കാൻ തോന്നണല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നും. അവരെല്ലാം കഴിച്ചാ? ഇല്ല, നീ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാ പറഞ്ഞ. അങ്ങനെയാണോ പറഞ്ഞേ? ചേടാ പാറു, കല്ലൂസേ, വാ ഉണ്ണിയപ്പം.